സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകുന്നതിനാണ് പെൻഷൻ കമ്പനി രൂപീകരിച്ചത്. അതും തകർക്കാനുള്ള നീക്കമാണ് സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തത്. ഇത് ബോധപൂർവം സ്വീകരിച്ച തെറ്റായ നടപടിയാണ്. പക്ഷേ നാം കാണേണ്ടത് ഗ്രാൻറ്റുകൾ തടഞ്ഞു വെച്ചു, വായ്പാ പരിധി വെട്ടിക്കുറച്ചു. ഇതൊന്നും പോരാതെയാണ് 3323 കോടി രൂപയുടെ വെട്ടിക്കുറവ് കൂടി വരുത്താൻ തയ്യാറായിട്ടുള്ളത്. അത് ഗ്യാരണ്ടിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. ഗ്യാരണ്ടിക്ക് നല്ല അവധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതിനൊന്നും കാത്തു നിൽക്കാതെ ഇപ്പം തന്നെ ഈ തുക വെട്ടിക്കുറക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായത്. അപ്പോൾ ഏകപക്ഷീയമായ നിബന്ധന ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നു. 3323 കോടി രൂപ കുറക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇനങ്ങളിലെ വായ്പാ പരിധിയിലെ വെട്ടിക്കുറവ് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് നിരവധി തവണ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരു മാറ്റവും ഇതേവരെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാനത്തിനകത്തും പുറത്തും ശക്തമായ ബഹുജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട് എന്നതാണ് നാം കാണേണ്ടത്.